ഈശംശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. തെനാക് ആണ്ടുകൂടത്തിലെ 10ാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്തായിയുടെ സുവിശേഷം 10ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഇവിടെ ഈശോനാഥൻ തൻ്റെ ശിഷ്യന്മാർ പോകുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ഇന്നത്തെ ഈ സുവിശേഷ ഭാഗം എടുക്കുന്ന നേരത്തിൽ ബർണ്ണബാസിന്റെ തിരുനാളുമായിട്ട് ബന്ധപ്പെട്ടാണ്. ആശ്വാസത്തിന്റെ പുത്രൻ എന്നാണ് ബർണ്ണബാസ് എന്ന വാക്കിനർത്ഥം. ബർണ്ണബാസ് നമ്മൾ നേരത്തെ മത്തിയാസിന്റെ തിരുനാളിൽ ബർണ്ണബാസിനെ കുറിച്ച് ചിന്തിച്ചിരുന്നു. കാര്യം 12 പേരിൽ ജൂദാസിന് പകരക്കാരനായ ഒരാളെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ 2 പേരിൽ ഒരാൾ ബർണ്ണബാസാണ്. പക്ഷെ ബർണ്ണബാസിന് കുറി വീഴുന്നില്ല, മത്തിയാസിനെയാണ് എടുക്കുന്നത്. ഇപ്പൊ ബർണ്ണബാസ് എന്ന് പറയുന്ന അനേകർക്ക് സഹായങ്ങൾ ചെയ്യുന്ന ഒരു വളരെ നല്ലൊരു മനുഷ്യൻ ആയിട്ടാണ് ബർണ്ണബാസിനെ നമ്മൾ ബൈബിളിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 11ാം അധ്യായത്തിലും 13ാം അധ്യായത്തിലൊക്കെയാണ് നമ്മൾ ബർണ്ണബാസിനെ കുറിച്ച് നമ്മൾ വിശദമായിട്ട് വായിച്ചു കേൾക്കുന്നത്. അപ്പൊ ഇവിടെ അവൻ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസത്താൽ എന്ന് പറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു. നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളെ തീർപ്പ് ഇങ്ങനെ അനേകരെ സഹായിച്ചതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ബർണ്ണബാസിന്റെ രീതി, ബർണ്ണബാസ് ഇങ്ങനെ ഒരുപാട് പേരെ സഹായിച്ചിരുന്ന ഒരു മനുഷ്യനായിട്ടൊക്കെയാണ് അവതരിപ്പിക്കുന്നത്. നമുക്ക് ഈ സുവിശേഷ ഭാഗത്തിലേക്ക് വരാം. സുവിശേഷ ഭാഗത്ത് പറയുന്ന 7 കാര്യങ്ങളുണ്ട്. വളരെ രസകരമായ രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാവുന്ന 7 കാര്യങ്ങളായത്. ഒന്നാമത്തെ കാര്യം ഈശോ പറയുന്നതിനാണ്, നിങ്ങളുടെ അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ ചെമ്പോ കരുതി വെക്കരുത് എന്ന് ഈശോ പറയുകയാണ്. അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ. നമ്മൾ ഈ 2 കാര്യങ്ങൾ നമുക്ക് ഇതായിട്ട് കണക്ട് ചെയ്ത് വായിക്കാം. ഒന്നാമത്തത് അപ്പോസ്തല പ്രവർത്തനങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. ശിഷ്യന്മാര് ഒരു സുന്ദര കവാടത്തിൽ വെച്ച് ഒരു മുടന്തനെ സുഖപ്പെടുത്തുന്ന സമയത്ത് പറയുന്നുണ്ട്, സ്വർണമോ വെള്ളിയോ ഞങ്ങളുടെ കയ്യിലില്ല, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയാൻ മാത്രമേ ഞങ്ങൾക്ക് പറ്റുന്നുള്ളൂ. ഞങ്ങളത് പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. അപ്പോൾ അവൻ എഴുന്നേറ്റ് നടക്കുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പൊ സ്വർണത്തെയും വെള്ളിയേക്കാൾ വില കൂടിയത് യേശുവാണ് എന്ന ബോധ്യം ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, സത്യം കൊണ്ടാണ് അരമുറുക്കേണ്ടത്. ഈ അരപ്പട്ടയിൽ സ്വർണവും വെള്ളിയും ചെമ്പും വെച്ചുകൊണ്ടിരിക്കുന്നവന്റെ അരമുറുകത്തില്ല. അത് അരമുറുക്കേണ്ടത് സത്യം കൊണ്ടാണ്. സത്യവും നീതിയും കൊണ്ട് അരമുറുക്കിയാണ് ക്രിസ്തു ശിഷ്യൻ ജീവിക്കേണ്ടത്. ആ സത്യത്തെ ഇങ്ങനെ പണയം വെച്ചിട്ട് പകരം സ്വർണം അരപ്പട്ടയിൽ കെട്ടിവെച്ച് നടക്കാം. ഈ മടിയിൽ കനമുള്ളവൻ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെ അരപ്പട്ടയിൽ സ്വർണത്തിന് പ്രാധാന്യം കൊടുത്ത് നടക്കുന്നവനാണെങ്കിൽ അവൻ ക്രിസ്തു ശിഷ്യനല്ല. പണത്തിന്റെ പുറകെ പോകുന്നവൻ, സ്വർണത്തിന്റെ പുറകെ പോകുന്നവൻ ക്രിസ്തു ശിഷ്യനല്ല. അപ്പം അതിന്റെ പകരം സത്യം കൊണ്ടാണ് അരമുറുക്കേണ്ടത് വ്യക്തമാക്കുന്നത്. അപ്പൊ അതാണ് ഒന്നാമത്തെ പാഠം. രണ്ടാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സഞ്ചി എടുക്കാൻ പാടില്ല. നമ്മളൊരു സഞ്ചിയെക്കുറിച്ച്, ഒരു കിഴിയെക്കുറിച്ചൊക്കെ ബൈബിളിൽ നമ്മൾ പെട്ടെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് യൂദാസിന്റെ കിഴിയാണ്, യൂദാസിന്റെ സഞ്ചിയാണ്. ആ പണസഞ്ചി അവന്റെ കയ്യിലായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഈ പണത്തിന് പ്രാധാന്യം കൊടുത്തൊക്കെ ജീവിക്കുന്ന ചതിയനാണ്. അവൻ ചതിക്കും. ചതിയനാവാൻ പാടില്ല എന്ന് ഓർമ്മപ്പെടുന്നതാണ് സഞ്ചി എടുക്കാൻ പാടില്ല. രണ്ടാമത്തെ പാഠം. മൂന്നാമത്തത്, 2 ഉടുപ്പുകൾ എടുക്കാൻ പാടില്ല. ഈശോ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അതായത് കാരുണ്യ പ്രവൃത്തിയിൽ ഏർപ്പെടുന്നവനായി മാറുക. അതാണ് ക്രിസ്തുവിനുള്ള മൂന്നാമത്തെ പാഠം. നാലാമത്, ചെരുപ്പ് എടുക്കാൻ പാടില്ല. എവിടെയാണ് ചെരുപ്പിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് മോശയാണ്. മോശ മരുഭൂമിയിൽ കത്തുന്ന മുൾപ്പടർപ്പ് കാണുമ്പോഴത്തേക്ക് അതിനടുത്തേക്ക് ചെല്ലുമ്പോൾ ദൈവം പറയുന്നുണ്ട്, മോശെ നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്, ചെരുപ്പ് അഴിച്ചു മാറ്റുക. അപ്പൊ ചെരുപ്പിടാതെ നീ സഞ്ചരിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നീ ചെന്ന് കയറുന്ന ഇടങ്ങളെയെല്ലാം ദൈവം വസിക്കുന്ന ഇടമായി കാണാൻ നിനക്ക് ഒരു കാഴ്ചപ്പാടുണ്ടാകും. ചെരുപ്പ് ഉപയോഗിക്കുന്നില്ലയോ എന്നുള്ളതല്ല. നമ്മള് നിഷ്പാതുകനായി നടക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിന് അർത്ഥം യഥാർത്ഥത്തിൽ നീ ചെല്ലുന്ന ഇടങ്ങളിൽ എല്ലാം ദൈവ സാന്നിധ്യം ഉണ്ടെന്നുള്ള ബോധം നിനക്കുണ്ടായിരിക്കട്ടെ. ഇതാണ് ചെരുപ്പ് ഇടാൻ പാടില്ല. വടി എടുക്കാൻ പാടില്ല. സ്വാഭാവികമായിട്ടും ശത്രുവിന്റെ ആക്രമണത്തെ ഭയക്കുന്നവനാണ് വടി കയ്യിൽ കരുതുന്നത്. അപ്പൊ നിനക്ക് ശത്രു ഇല്ലാതിരിക്കട്ടെ. ഇതാണ് വടി എടുക്കാൻ പാടില്ല എന്നുള്ള അർത്ഥമാക്കുന്നത്. 5ാമത്തെ പാഠം. 6ാമത്തെ പാഠം എന്ന് പറയുന്നത്, നീ എവിടെ ചെന്നാലും അവിടെ യോഗ്യതയുള്ളവൻ ആരെന്ന് അന്വേഷിക്കുക, അവിടെ വിടുന്നത് വരെ അവനോട് കൂടെ താമസിക്കുക, അവന്റെ വീട്ടിൽ താമസിക്കുക. അതായത് യോഗ്യതയുള്ളവനെ നോക്കുക, അവനോടൊപ്പം താമസിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പഴയ നിയമത്തിൽ വരുന്നൊരു റെഫറൻസ് എന്ന് പറയുന്നത് സോദോം ഗൊമോറയാണ്. ലോത്തിന്റെ ഭവനത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ആ സോദോം നഗരത്തിൽ ലോത്ത് എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യന് മാത്രമേ യോഗ്യതയുള്ളായിരുന്നു. അവന് മാത്രമേ ധാർമ്മികതയുള്ളൂ. അവന്റെ വീട്ടിൽ അവനോടൊപ്പം താമസിക്കുക. ധാർമ്മികതയുള്ളവനോടൊപ്പം മാത്രം നീ താമസിക്കുക, അധാർമികതയോടൊപ്പം നീ കൂട്ടുകൂടാതിരിക്കുക. ഇതാണ് 6ാമത്തെ പാഠം. 5ാമത്തെ പാഠം,
ഏത് ഭവനത്തിൽ പ്രവേശിക്കുമ്പോൾ അതിന് സമാധാനം ആശംസിക്കണം. ആ ഭവനം അർഹതയുള്ളതാണെങ്കിൽ ആ സമാധാനം അവിടെ വസിക്കട്ടെ, അർഹതയില്ലാത്തതെങ്കിൽ നിങ്ങളുടെ സമാധാനം നിങ്ങളിലേക്ക് തിരിയട്ടെ. അപ്പോൾ ഈ സമാധാനം ആശംസിക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഓർക്കേണ്ടത് അഷ്ടസൗഭാഗ്യങ്ങളാണ്. ഈശോ പറയുകയാണ്, സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവപുത്രന്മാരെന്ന് വിളിക്കപ്പെടും. അതായത് സമാധാനമുള്ള മനുഷ്യരെ തിരഞ്ഞു കണ്ടെത്തുക, അവരോടൊപ്പം സമാധാനത്തിൽ ജീവിക്കുക. അവരും നിങ്ങളും ദൈവപുത്രന്മാരായി ജീവിക്കും. നിങ്ങൾ ജീവിക്കുന്നിടം സ്വർഗമായി മാറും. ഇതാണ് 7ാമത്തെ പാഠം. വളരെ മനോഹരമായിട്ടാണ് ഈ ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരിക്കുന്ന ഈ 7 നിർദ്ദേശങ്ങൾ. അരപ്പട്ടയിൽ സ്വർണമോ വെള്ളിയോ പാടില്ല, സത്യം കൊണ്ട് അരമുറുക്കുക, ക്രിസ്തുവിന് പ്രാധാന്യം കൊടുക്കുക. 2, സഞ്ചി എടുക്കാൻ പാടില്ല, ചതി ഉണ്ടാവരുത് യൂദാസിനെ പോലെ. 3, 2 ഉടുപ്പെടുക്കാൻ പാടില്ല, അതായത് ഒന്നില്ലാത്തവന് കൊടുക്കുക, കരുണയുള്ളവനായി ജീവിക്കുക. 4, ചെരുപ്പിടാതെ ജീവിക്കുക, ചെരുപ്പ് എടുക്കാൻ പാടില്ല, അതായത് നീ ചെല്ലുന്ന ഇടങ്ങളെയെല്ലാം നീ ദൈവസാന്നിധ്യത്തിന്റെ വിശുദ്ധ ഇടങ്ങളായി മാത്രം കണക്കാക്കുക, എന്നിട്ട് ദൈവം ഉണ്ടെന്നുള്ള രീതിയിൽ ഇടപെടുക. 5, വടിയെടുക്കാൻ പാടില്ല, നിനക്ക് ശത്രു ഇല്ലാതിരിക്കട്ടെ. 6, നീ യോഗ്യതയുള്ളവന്റെ ഭവനം കണ്ടെത്തുക, ധാർമ്മികതയുള്ള ആളെ തിരിച്ചറിഞ്ഞ് അവനോട് കൂട്ടുകൂടുക, അധാർമികനോട് കൂട്ടുകൂടാതിരിക്കുക. 7, നീ ചെല്ലുന്നിടങ്ങളിലെല്ലാം സമാധാനം ആശംസിക്കുക. സമാധാനം സ്ഥാപിച്ചാൽ നീ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. നിന്നോട് ചേർന്ന് നിൽക്കുന്നവരും ദൈവപുത്രന്മാരായി മാറും, അവിടെ സ്വർഗമായി മാറും. 7 പാഠങ്ങളാണ് ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകുന്നത്. ഇത്ര മനോഹരമായ ഭാഗം. നമുക്ക് ഈ 7 പാഠങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച് വചനമനുസരിച്ച് ഈ വചനത്തിൽ പറയുന്ന ക്രിസ്തു ശിഷ്യന്റെ 7 ക്വാളിറ്റീസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ ബർണ്ണബാസിന്റെ മാധ്യസ്ഥയിൽ നമുക്ക് ദൈവാനുഗ്രഹങ്ങൾക്കായിട്ട് യാചിക്കാം.